ആണോ? ഇപ്പോൾ ഈ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കാസ്റ്റിംഗ് കോച്ചൊക്കെ വരുന്നുണ്ടല്ലോ, കാസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം പോകാൻ വീട്ടിൽ പറ്റില്ല. എന്താണ് ഇഷ്യൂ? വീട്ടിൽ അച്ഛന് ഇഷ്ടമാണ്, എന്നാലും സേഫ് ആണോ എന്നൊക്കെ അച്ഛൻ എന്താ ജോലി ചെയ്യുന്നത്? അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആണോ? അമ്മ? അമ്മ ഹൗസ് വൈഫ്. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു മോള്. മോളാണ്. അപ്പോൾ കുറച്ചും കൂടെ കെയർ ആയിരിക്കും. അതെ, പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഡേഞ്ചർ സംഭവമൊന്നുമല്ല കേട്ടോ. നമുക്ക് എപ്പോഴും സേഫ് തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് സേഫ് തന്നെയാണ്, എല്ലാവർക്കും ഉപജീവന മാർഗ്ഗമാണ്, എല്ലാവരുടെയും ഡ്രീമാണ് സിനിമ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ എന്താണ് പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, എന്താണ് സേഫ് ആണെന്നൊക്കെ? അച്ഛന് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. കുറച്ച് പേടിയുണ്ട്, ആ ഒരു ഫീൽഡ് കുറച്ച് പേടിയുണ്ട്. കൺവിൻസ് ചെയ്തിട്ടൊക്കെ. അങ്ങനെയാണെങ്കിൽ സിനിമയും സീരിയലും ഒക്കെ പേടിക്കണ്ടേ? സിനിമയും സീരിയലും ഒക്കെ പേടിയാണ്. ഞാൻ ഒരുപാട് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ സേഫാണ്, അമ്മയും കൊണ്ടാണ് പോകുന്നത്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ സെറ്റ് ഭയങ്കര സേഫാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ്റ്. ഈ സെറ്റ് അപ്പം അത് മാത്രമല്ല, ഈ സീരിയലും ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലായില്ലേ സേഫാന്നുള്ളത്? മനസ്സിലായി, എല്ലാം സേഫ് തന്നെയാണ് കേട്ടോ. നമ്മളത് നമ്മൾ ഹലോ എൻ്റെ സാർ, ഞാൻ ഇന്നേറ് വെച്ചിട്ടുണ്ട്. അപ്പം ഡയറക്ടർ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലെന്ന്, അതായത് സിനിമയും സീരിയലോട്ട് പറയാൻ. എന്താ ഒരു മിനിറ്റ് സാർ, അനുഷേട്ടാ വെച്ചോ വെച്ചോ, അത് വെച്ചോ. എന്താ പറയുന്നത് പുള്ളി? സാർ ശരി സാർ. അതെ, അങ്ങനെ പറയാൻ പാടില്ലത്. അത് മോശമല്ലേ അങ്ങനെ പറയുന്നത്? അതന്നല്ലേ പറയാം സാർ, അതന്നല്ലേ പറഞ്ഞേ ചേട്ടാ? അയ്യോ അല്ല, അങ്ങനെ അതെന്താ അങ്ങനെ പറഞ്ഞേ പെട്ടെന്ന്? അത് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി വിചാരിച്ചു സിനിമയിലേക്ക്, എന്ത് ചെയ്യും? അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടില്ലേ? അല്ല, പിന്നെ ദൃശ്യം അങ്ങനെ പറയാൻ പാടില്ല ദൃശ്യം. കാര്യം ഞാനുമല്ല, അതുകൊണ്ടാണ് ഞാനതുകൊണ്ടാണ് മാറ്റിയെടുക്കാൻ നോക്കിയത്. എന്നുവെച്ചാൽ അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി കോൺസിക്വൻസ് നേരിടേണ്ടി വരും, സോഷ്യൽ മീഡിയയിൽ വരേണ്ടി വരും. ഇതിപ്പോൾ ഇടുമ്പം എയറിൽ പോകും. ഞാൻ എന്ത് ചെയ്യും? അല്ല, എനിക്ക് അതാണ്, ഞാൻ ഇന്നേരം വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഫോൺ ഓണാണ്, ഡയറക്ടറെ കേട്ടോണ്ടിരിക്കുക നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് നമ്മൾ ചോദിക്കുക, നിങ്ങൾ പറയാം. അപ്പം ഒന്നാമത് എക്സ്റ്റാബ്ലിഷ് ആവുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ, പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പം ഇപ്പം എന്താ ചെയ്യാൻ ചേട്ടാ? എടുക്കണ്ടെന്നാ പറഞ്ഞത്. ഇൻ്റർവ്യൂ എടുക്കണ്ട എന്നുള്ള ഇതിൽ. പക്ഷെ എനിക്ക് സാർ, ഞാനൊന്ന് എടുത്തോട്ടെ, കാര്യം പാവമല്ലേ കുട്ടി. ഓക്കെ സാർ, ഓക്കെ. ഒരു തെറിവിളി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ പറഞ്ഞുകൂടെന്ന് അറിയത്തില്ലേ? ഇയാളെ പിന്നെ എന്തിനാണ് ഇരുന്നത്? ഫസ്റ്റ് ടൈം വന്നിട്ട് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ആദ്യം ചോദിച്ചില്ല, ഫസ്റ്റ് ടൈം ആണോ ചോദിച്ചില്ലേ? ഞാൻ പറയില്ല, ഞാൻ എത്ര ഇൻ്റർവ്യൂ എടുത്തിട്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ എന്നോട് വന്നിരിക്കുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ ആ വരുന്നത് പറയണ്ടേ, ഫസ്റ്റ് ടൈം ആണെന്ന് പറയണ്ടേ? അല്ല, ഇങ്ങനെ പോകാതെ എങ്ങനെ ചാൻസ് കിട്ടും പറ? ഇപ്പോൾ സിനിമയിൽ പോകണമെന്ന് പറഞ്ഞു, ഇപ്പോൾ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, സിനിമയിൽ പോകുന്നത് സേഫ് അല്ലെന്ന് അച്ഛനോട് ആരെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സീരിയലിലോട്ട് വന്നത് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പൊ സേഫാ അങ്ങനെ പറയുമ്പോൾ എത്ര ആൾക്കാർ തെറ്റിദ്ധരിക്കും. ബാക്കിയുള്ള പിന്നെ എന്താണ് താങ്കളുടെ പ്രായത്തിലുള്ള, ഇപ്പോൾ എത്ര വയസ്സായി? 23. അപ്പം ദൃശ്യ 23 വയസ്സുള്ള ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത്, ഇപ്പോൾ ദൃശ്യയുടെ വാക്ക് കേട്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ സിനിമ മോശമാണെന്ന്? അപ്പം ഞാൻ എത്രമാത്രം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും? സിനിമ മോശമാണെന്നല്ല ചേട്ടാ പറഞ്ഞത്, പുള്ളി എടുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞത് റോങ് മെസ്സേജ് അല്ലേ ചേട്ടാ? അപ്പോൾ ബാക്കിയുള്ള വരാനിരിക്കുന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിക്കത്തില്ല സിനിമയിലുള്ളവരൊക്കെ തെറ്റായിട്ടുള്ള ആൾക്കാരാണ്? സാറേ എന്താ പറയുന്നത് സാറേ? ഇപ്പോൾ ക്യാമറ ഓണാക്കി. എടുക്കണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നത് അത് ഫസ്റ്റ് ടൈം അല്ലേ? സിനിമ പേടിയാണ്. അല്ല, അപ്പോൾ അതിനർത്ഥം സിനിമയിൽ വരുന്നവരെല്ലാം മോശമെന്നല്ലേ പറയുന്നത്? അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർ മോശമെന്നാണോ പറയുന്നത്? അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ കാരണം? എന്താ പറഞ്ഞത് കാരണമല്ല, ഈ അച്ഛൻ ഒറ്റ മകളല്ലേ, അപ്പൊ അതിന് എത്ര പേർക്ക് ഒറ്റ മകളുള്ളവർ അഭിനയിക്കാൻ പോകുന്നുണ്ട്? ഇല്ലേ, പോകുന്നില്ലേ? അങ്ങനെ പറയല്ലേ? ഇപ്പം അഭിനയിക്കാൻ വരുന്നവരൊക്കെ ഒറ്റ മകളായിട്ട് വരാൻ പോവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊക്കെ വിടുവോ? വിടുവോ? ദൃശ്യം പറ, അത് വിടുവോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അച്ഛന് മനസ്സിലായി, അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. എന്നോട് ആൻസർ ചെയ്തപ്പോൾ ഞാനൊരു പൊട്ടനായിട്ടോ മണ്ടനായിട്ടോ തോന്നിയോ? ഇല്ല. തോന്നിയോ? ഇല്ല ഏട്ടാ. പിന്നെ ഞാൻ എന്താ വേണ്ടേ?
അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ മോശം. ഇത് എടുക്കണ്ടെന്നാണ് പറയുന്നത്. ഇൻ്റർവ്യൂ പുള്ളി ഇപ്പോഴും പറഞ്ഞിട്ട് എടുക്കണ്ടെന്നാണ്. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരുന്ന് എടുക്കുന്നത് അറിയാമോ. നമുക്കൊരു ആർട്ടിസ്റ്റ് കിട്ടുമ്പോൾ നമ്മളത്ര, ഞാൻ ആദ്യം പറയുന്നത് എക്സ്റ്റാബ്ലിഷ് ആവാത്ത പക്ഷേ ഞങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലേ? ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു, എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞങ്ങളിതുവരെ കഴിച്ചിട്ട് പോലുമില്ല, മദ്യമല്ല, ആഹാരം കഴിച്ചിട്ട് പോലുമില്ല. അപ്പോൾ കഴിക്കാതെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ പറ? അല്ല പറഞ്ഞു, എന്തിനു വേണ്ടിയാ? ആ പറഞ്ഞത് ശരിയാണോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? കണ്ണോടാ, കരയുന്ന എനിക്കിഷ്ടമല്ല. കണ്ണോടാ കരയുന്ന ഇഷ്ടമല്ല. കണ്ണ് തുടച്ചോ. ചെറിയൊരു പ്രായമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലായിരുന്നോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ തരണ്ടേ? സോറി കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ്. അതാ കണ്ണ് നിറഞ്ഞ ആളുടെ വേണേ തന്നെ ഇടിച്ചോ. ഇതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ. അയ്യോ കരയല്ലേ. ക്യാമറ ആ ചേട്ടൻ എടുത്തോണ്ടിരിക്കുക. ഞാൻ എന്റെ ചെവിയിലൊക്കെ ഒന്നുമില്ല. ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് ചുമ്മാ അദ്ദേഹത്തിന് ഈ ക്യാമറ കൂടെ കേൾക്കാറുള്ളതാ. എന്റെ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സ്റ്റണ്ടല്ലാതെ. വിളിച്ചോണ്ടെന്ന പയ്യൻ പറ, ധൈര്യമായിട്ട് കൊടുത്തോളം പറഞ്ഞു. സോറി കേട്ടോ, സോറി ഡിയർ. ഇപ്പൊ ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കിന് കുറച്ച് സ്ട്രോങ് ആയി ബോൾഡായിട്ട് സംസാരിക്കണം കേട്ടോ. ഇനി അങ്ങനെ സംസാരിക്കണം. മോള് പറഞ്ഞ കറക്റ്റാണ്. കാര്യം ചില അച്ഛന്മാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അത് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ കെയറിങ് ആണ് പറഞ്ഞത്. പക്ഷേ അച്ഛനോട് പറയാനായിട്ട് സേഫാണ്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ പോകും കേട്ടോ. നമ്മളെങ്ങനെയാണ് അതുപോലെ തന്നെ പോകും. അപ്പോൾ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി എന്താ വിശേഷം പറയാനുള്ള പറ. കുറച്ചുകൂടെ കഴിയുന്നെങ്കിൽ തീർന്ന്. അല്ല, പുള്ളിക്കാരി കുറച്ച് ഭയങ്കരമായിട്ട് എന്താണ് ബ്ലഷ് ചെയ്യുന്നു, ഷിവർ ചെയ്യുന്നു, ഇങ്ങനെ വിറയ്ക്കുകയാണ് ഫുള്ളായിട്ട്, കരഞ്ഞ്. പിന്നെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലേ? ഇതിനുള്ള വേഷമാണോ? വേറെയാണ്. അപ്പൊ അന്നേരം വേണ്ട, ഇത് കരയിച്ചിനി അവസാനം ഡയറക്ടറുടെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ. പറ, ഇനിയിപ്പോ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്കല്ലേ? ഇപ്പൊ സ്ട്രോങ് ആയോ? ഇപ്പൊ ഓക്കെ ആയല്ലോ? ഓക്കെ ആണോ? പറയൂ. കോളേജിലൊക്കെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നത് ഇത് കണ്ടിട്ട്? ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര കാമൻ കോയറ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അല്ലേ? പയ്യെ സംസാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ സീരിയലിലേക്ക് വന്നപ്പം ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഷോക്കായി. കാരണം ഞാൻ അങ്ങനെ ആ ഒരു ഇതിലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ആക്ടിങ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോളേജൊക്കെ വിട്ട സമയത്താണ് ഇങ്ങനെ റീലൊക്കെ എടുത്ത് തുടങ്ങിയത്. അങ്ങനെയാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്.